നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കഴുത്തിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്യാതെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം ബ്ലൗസ് ഇതുപോലെ മടക്കിയിടണം. ഫ്രണ്ടും ബാക്കും എല്ലാം തയ്ച്ച് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം. അതിനുശേഷം നമുക്ക് നെക്ക് വെച്ച് തയ്ക്കാനുള്ള പീസ് നമുക്കിഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം കളർ വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ നമ്മൾ സാരിക്ക് മാച്ച് ചെയ്യുന്ന വേറെ ഏത് പീസായാലും എടുത്ത് ഇതുപോലെ മടക്കിയിടണം. ഫ്രണ്ടും ബാക്കും കൂടി നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനേക്കാളും ഒരു 2-3 ഇഞ്ച് അധികം ആയിരിക്കണം ഈ പീസ്. അതിനുശേഷം നമ്മുടെ ബ്ലൗസ് ഇതുപോലെ തന്നെ എടുത്ത് മടക്കിലേക്ക് വെക്കണം. തിരിച്ച് ഓപ്പൺ സൈഡിലാവരുത്, മടക്കിലേക്ക് ഇങ്ങനെ ബ്ലൗസിൻ്റെ ബാക്കിൻ്റെ മടക്ക് വരില്ലേ, അത് ഒരേ ലെവലിൽ ഇങ്ങനെ വെക്കണം. ഫ്രണ്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. കഴുത്തിൽ വെച്ച് തയ്ക്കുന്ന പീസിൻ്റെ അറ്റം നമുക്കൊന്ന് മടക്കി കൊടുക്കണ്ടേ, അതിന് വേണ്ടിയാണ് കുറച്ച് അധികം ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് കഴുത്തിൻ്റെ അതേ അകലത്തിൽ കൂടെ കഴുത്തിങ്ങ് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളെ ബ്ലൗസിലുള്ള ഫ്രണ്ടും ബാക്കും കഴുത്ത് അതുപോലെ വരച്ചെടുക്കാം. വരച്ചെടുത്ത ശേഷം അതിൻ്റെ തൊട്ട് വെളിയിലായിട്ട് 1 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇതേ നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ 1 ഇഞ്ച് വീതി കൂട്ടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അത് കട്ട് ചെയ്യാം. ആദ്യം നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം വെളിയിലുള്ള ആ ഒരു നെക്കും കൂടി കട്ട് ചെയ്ത് നമുക്ക് ഈ പീസ് കിട്ടും. ഇനി ഈ പീസിൻ്റെ നമ്മൾ ഓപ്പൺ സൈഡിൽ കുറച്ചധികം കൊടുത്തില്ലേ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ ഇത് ഫുൾ സർക്കിളായിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കാം. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ അകവശത്താണ് വെക്കുന്നത്. സാധാരണ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് അകവശത്തേക്കല്ലേ പതിച്ചു കൊടുക്കുന്നത്. ഇത് ബ്ലൗസിൻ്റെ അകവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തുമ്പൊക്കെ കറക്റ്റായിട്ടൊന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്താൽ നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് തൊട്ടാൽ മതി, ഫുൾ വീഡിയോ കാണാം. ഇനി നമുക്കിത് കൈത്തയ്യൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വല്ല സ്റ്റോൺസാ എന്തെങ്കിലും മുത്തെന്തെങ്കിലും അതിൻ്റെ പുറത്ത് വെച്ച് തയ്ച്ച് പോവാം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ചും കൊടുക്കാം. സെയിം കളർ നൂലായിരിക്കണം മെഷീൻ സ്റ്റിച്ച് കൊടുക്കുന്നെങ്കിൽ.